മക്കളെ, അപ്പോൾ നമ്മുടെ ധീര ബാച്ചിന്റെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ധീര ബാച്ചിന്റെ മെറ്റീരിയൽ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ധീര ബാച്ച് ഓൺലൈനായി പർച്ചേസ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു മെറ്റീരിയലിൻ്റെ ഒരു ബിഗ് കളക്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലേ. അത് നിങ്ങൾക്ക് ആപ്പിലൂടെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ബാച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ കൂടെ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനുള്ളതെന്നൊക്കെ കാണിച്ചു. ആൻഡ് ദിസ് വിൽ ബി ഡിസ്പാച്ച് ടു യുവർ അഡ്രസ് ആസ് സൂൺ ആസ് പോസിബിൾ. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 1 വീക്ക് നിങ്ങൾക്ക് ഇത് ഡിസ്പാച്ച്ഡ് ആയി നിങ്ങളുടെ വീട്ടിൽ കിട്ടും. എന്നാൽ ഈ മെറ്റീരിയലിനെ എങ്ങനെ യൂസ് ചെയ്യണം, ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത്, കുറച്ച് ക്യൂരിയോസിറ്റി ഇല്ലേ, അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ധീര ഓൺലൈൻ ബാച്ചിലേക്ക് വരുന്ന മക്കൾക്ക് ഡെയിലി പ്രാക്ടീസ് പേപ്പറിന്റെ നീഡില്ല. കാരണം നിങ്ങൾ ക്ലാസ്സിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എടുക്കുന്ന സ്ലൈഡ് തന്നെയാണ് ഡെയിലി പ്രാക്ടീസ് പേപ്പർ. അതിൽ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ് വർക്ക് ആയിട്ട് നമ്മൾ 20 ക്വസ്റ്റ്യൻസും ആഡ് ചെയ്യുന്നുണ്ട്. സോ യു വിൽ ബി ഡൂയിങ് ഇറ്റ് ഓവർ ദെയർ. ഇതിന് പുറമെ യു ഹാവ് ദീസ് ബിഗ് മെറ്റീരിയൽസ് ഫോർ യു. ഈ മെറ്റീരിയൽ നമുക്ക് ഫിസിക്സിനും കെമിസ്ട്രിക്കും, ഇഫ് യു ആർ എ നീറ്റ് ആസ്പിറന്റ്, ഓഫ് കോഴ്സ് ബയോളജിക്ക് ഉണ്ട്. ആൻഡ് എന്താണ് ഈ മെറ്റീരിയൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാനുള്ളത്? ആൻഡ് ഈവൺ ആഫ്റ്റർ യു പർച്ചേസ് ദിസ് മെറ്റീരിയൽ നിങ്ങൾക്ക് പിന്നെയും മെറ്റീരിയൽസിന്റെ നീഡ് ഉണ്ടോ? ഇതാണല്ലോ നമുക്ക് അറിയാനുള്ളത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ മെറ്റീരിയൽ ഒന്ന് കാണാം. ഇതൊരു ബയോളജിയുടെ മെറ്റീരിയൽ ആണ് നിങ്ങൾ കാണുക. സോ ഇഫ് യു സി ബയോളജിയിൽ ധീര ബാച്ചിന് പാർട്ട് എ, പാർട്ട് ബി, അതിനോടൊപ്പം സൊല്യൂഷൻ എന്ന് പറഞ്ഞ 3 മെറ്റീരിയൽസ് ആണ് ബയോളജിക്ക് മാത്രമായിട്ട് കിട്ടുക. ലൈക്ക് വൈസ് നിങ്ങൾക്ക് ഫിസിക്സിനുണ്ട്, കെമിസ്ട്രിക്ക് ഉണ്ട്. അപ്പോൾ ഈ മെറ്റീരിയലിൽ നമുക്ക് ഫുൾ തിയറി കാണാൻ പറ്റും. സോ ഫോർ എക്സാമ്പിൾ, ഐ എം ടേക്കിംഗ് ദി ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഈ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ കാണുക, ഇവിടെ ഇൻട്രൊഡക്ഷൻ തൊട്ട് എല്ലാം നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തിനാ ഇങ്ങനെ നോട്ട്സ് കൊടുത്തിരിക്കുക? നമുക്കറിയാം ജെനറ്റിക്സിന്റെ ഇപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ചാപ്റ്റർ എടുക്കാൻ നേരത്ത് ഏറ്റവും ഡിഫിക്കൽട്ടായി കുട്ടികൾക്ക് തോന്നുക NCERT റീഡിംഗ് ആണ്. കാരണം NCERT ഇതിങ്ങനെ വലിച്ചു വാരി ഓരോ പാരഗ്രാഫായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് പോയിന്റ് ആണ് നമ്മൾ പഠിക്കാനുള്ളത്, സ്പെസിഫിക്കലി ഏത് പോയിന്റ് ആണ് നമ്മളൊന്ന് ക്യാച്ചപ്പ് ചെയ്യാനുള്ളത് എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് പിടികിട്ടാതിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ടാണ് നിങ്ങളുടെ എല്ലാ കീ പോയിന്റുകളെയും കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ശരിക്കും NCERT-യിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കീ പോയിന്റുകളായിട്ട് നിങ്ങൾക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി NCERT എക്സ്പ്ലെയിൻ ചെയ്യാത്ത ചില പോയിന്റുകളുണ്ട്, അത് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കീ നോട്ട്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കുകൾ, ഇപ്പോൾ ക്ലാസ്സിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ഡേ എടുക്കുന്ന മെന്റൽസ് എക്സ്പെരിമെന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ, ജെനറ്റിക്സ് ടെർമിനോളജി, മെന്റൽസ് എക്സ്പെരിമെന്റ് ഇങ്ങനെ കാണാം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒരു കുഞ്ഞ് എക്സസൈസ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഈ കുഞ്ഞ് എക്സസൈസിൽ NCERT-based ക്വസ്റ്റ്യൻസും ചെക്ക് യുവർ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞ ഒരു 10 ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ടോപ്പിക്ക് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചു, അവിടെ ഒരു 20 ക്വസ്റ്റ്യൻ ചെയ്തു. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീട്ടിലിരുന്ന് നിങ്ങളുടെ സെൽഫ് സ്റ്റഡിയുടെ സമയത്ത് ഈ മെറ്റീരിയൽ എടുത്ത് അത്രയും ടോപ്പിക്ക് വായിച്ചിട്ട് ഈ 10 ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ ഈ 10 ക്വസ്റ്റ്യനേ ഉള്ളൂ? അങ്ങനെയല്ല, ഇനിയാണ് അതിൻ്റെ ഏറ്റവും വലിയ കീ പോയിന്റ്. ഇതുപോലെ എല്ലാ ടോപ്പിക്കുകളും ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു കൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻ്റെ ഒരു ഏരിയ ഉണ്ട്, ചെക്ക് യുവർ അണ്ടർസ്റ്റാൻഡിങ് ഏരിയ ഉണ്ട്. എന്നാൽ അതിന് പുറമെ ഈ ചാപ്റ്റർ തീരുന്ന സ്ഥലത്തായിട്ട് വേണ്ട എക്സസൈസ് സ്റ്റാർട്ടഡ്. അപ്പോഴാണ് നിങ്ങൾക്കുള്ള റിയൽ കേക്ക് ഇരിക്കുക. കാരണം ഫസ്റ്റ് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് എക്സസൈസ് 1 വിച്ച് ഇസ് ടോപ്പിക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ മെന്റൽസ് എക്സ്പെരിമെന്റ് മാത്രമായി ഇവിടെയും നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് എറ്റ് അനദർ 20-25 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഓരോ ടോപ്പിക്കിലും ലൈക്ക് ഇഫ് യു സി 13 ക്വസ്റ്റ്യൻസ് ആണ് മെന്റൽസ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് മാത്രം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് അവിടെയും കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പിക്ക് നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കുന്നു, 20 ക്വസ്റ്റ്യൻ അവിടെ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു മെറ്റീരിയൽ ഒന്ന് വായിക്കുന്നു, അവിടെയുള്ള ചെക്ക് യുവർ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ബാക്കിൽ വന്ന് ആ ഫസ്റ്റ് എക്സസൈസിലുള്ള ഒരു 20 ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇങ്ങനെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്ന വരെയും നിങ്ങൾ ഈ ഒരു ഓർഡറിൽ വേണം പോകാൻ വേണ്ടി. ഓക്കെ അല്ലേ? ഫസ്റ്റ് നമ്മളുടെ സ്ലൈഡ്, അതിലെ ക്വസ്റ്റ്യൻസ്, അത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെയുള്ള ചെക്ക് യുവർ അണ്ടർസ്റ്റാൻഡിങ്, അത് കഴിയുമ്പോഴത്തേക്കും സെപ്പറേറ്റ് ആയിട്ട് എക്സസൈസ് ആയിട്ട് ടോപ്പിക് വൈസ് കൊടുത്തിരിക്കുന്നത് ചെയ്തു നോക്കാം. ഇനി ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്യണ്ടേ? അപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ ചെയ്യണ്ട, നമുക്ക് പുതിയ ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാം. അതിനു വേണ്ടിയാണ് നിങ്ങൾക്ക് ലേണിംഗ് പ്ലസും മൾട്ടി കൺസെപ്റ്റും
PYQ ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുള്ളത്. സോ ആഫ്റ്റർ യു കംപ്ലീറ്റ് ദ ചാപ്റ്റർ, പിന്നെ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഓരോ പ്രാവശ്യവും റിവിഷൻ ടെസ്റ്റുകളായിട്ട് എന്ത് ചെയ്യാം, ഈ ലേണിംഗ് പ്ലസും അതുപോലെ മൾട്ടി കൺസെപ്റ്റും പ്രീവിയസ് ഇയറും ചെയ്യാം. എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ യു കംപ്ലീറ്റ് എ സിംഗിൾ ചാപ്റ്റർ യു ആർ ഓൾമോസ്റ്റ് കംപ്ലീറ്റിംഗ് അറൌണ്ട് 300 ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ബുക്ക്. അറൌണ്ട് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും 300 അല്ല, ഇറ്റ്സ് മോർ ദാൻ 300, ലൈക്ക് സംതിങ് അറൌണ്ട് 400 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബുക്ക് ഉപയോഗിച്ച് മാത്രം ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് ഐ വുഡ് സേ ലൈക്ക് ഈസ് മോർ ദാൻ ഇനഫ്. ഇവിടെ ഏറ്റവും ശ്രദ്ധിച്ച് നമ്മൾ മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടുള്ള നിങ്ങൾക്കുള്ളൊരു ഗുണം ഇതാണ്. പലപ്പോഴും എന്നോട് ക്ലാസ്സിൽ ഒരു മെറ്റീരിയൽ മിസ് എന്ന് പറയുമ്പോൾ ഐ ആക്ച്വലി ഡൗട്ട് അബൌട്ട് ഇറ്റ്. കാരണം പല മെറ്റീരിയൽസിലും ദർ ആർ സം കൺസെപ്റ്റ്സ് വിച്ച് ഇസ് ഔട്ട് ഓഫ് NCERT. അതുപോലെ തന്നെ ദർ ആർ സം ക്വസ്റ്റ്യൻസ് വിച്ച് ആർ ആക്ച്വലി ഔട്ട് ഓഫ് NCERT. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ കുട്ടികൾ എന്താവും, പാനിക് ആവും. അയ്യോ ഇത് ഞാൻ പഠിച്ചില്ലല്ലോ, ഈ കൺസെപ്റ്റ് പഠിച്ചില്ലല്ലോ. അങ്ങനെ നിങ്ങൾ ആവശ്യമില്ലാതെ ഒരു ചാപ്റ്ററിനെ ഇലാബറേറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കും. ബട്ട് ദിസ് ഇസ് ആക്ച്വലി നോട്ട് റിക്വയർഡ് ഫോർ യു. അതുകൊണ്ട് തന്നെ ദിസ് ബുക്സ് ആർ എ കംപ്ലീറ്റ് പാക്കേജ് എന്ന് നമുക്ക് പറയാം. അങ്ങനെ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിലും ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് ബുക്കിലുള്ള എക്സസൈസസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, വിച്ച് ഇസ് ഗോയിങ് ടു റിയലി ഹെൽപ്പ് യു. ആൻഡ് ഇഫ് യു ഹാവിംഗ് ദിസ് ഗൈഡ് യു ഡോണ്ട് ഹാവ് ടു ആക്ച്വലി ചെക്ക് ഫോർ അതർ ടെക്സ്റ്റ്. നിങ്ങൾക്ക് വേറെ ടെക്സ്റ്റോ എക്സസൈസ് ബുക്സോ ഒന്നും ആവശ്യം വരില്ല. ദിസ് വിൽ ബി മോർ ദാൻ ഇനഫ്. ഇനി ഇതിനൊക്കെ പുറമെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ലാസ്റ്റ് മിനിറ്റ് റിവിഷന് ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരാളാണ് ഈ മൈൻഡ് മാപ്പ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ, സൈലത്തിന് വൺ ഓഫ് എൻ എക്സ്ക്ലൂസീവ് മെറ്റീരിയൽ ആണ് നമ്മുടെ മൈൻഡ് മാപ്പ് എന്ന് പറയാം. കാരണം ഒരു ചാപ്റ്ററിനെ ഒറ്റ പേജിൽ, അതല്ല നമുക്ക് ശരിക്കും ഒരു റിവിഷന്റെ സമയത്ത് ആവശ്യമുള്ളത്. കാരണം ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു, സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചു, തേർഡ് ചാപ്റ്ററും പഠിച്ചു കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്രാൻഡ് ടെസ്റ്റ് വരും. ഈ 3 ചാപ്റ്റേഴ്സും ആദ്യം തൊട്ട് NCERT-യിൽ ഇരുന്ന് വായിച്ചു പോകാൻ ചിലപ്പോൾ ആ ദിവസം നമുക്ക് എല്ലാ സബ്ജക്റ്റിലും സമയം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോ ചാപ്റ്ററും പഠിച്ചു കഴിയുമ്പോൾ ഈ മൈൻഡ് മാപ്പ് ഒന്ന് എടുത്ത് നോക്കുക. അതിൽ വളരെ കൺസൈസ് ആയിട്ട് അതിൽ ഫുൾ പോയിന്റ്സും കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഇതിലൊന്നും ആഡ് ചെയ്തു കേട്ടോ. എന്നുവെച്ച് ഈ ഒരു മൈൻഡ് മാപ്പ് യൂസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, എപ്പോഴും റിവിഷൻ ചെയ്യാൻ ശ്രമിക്കുക. സോ ഒരുപാട് റീഡിങ്ങിന് പകരം ഈസി ആയിട്ട് ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഭയങ്കര രസകരമായിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ ലൈക്ക് എവറിത്തിങ് ഇസ് ഗിവൺ ഇൻ ബ്രൈറ്റ് കളേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അട്രാക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യും. നിങ്ങളിത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ചാപ്റ്റർ ഫുൾ കംപ്ലീറ്റ് ഒരു റിവിഷനായി. ലേറ്റർ ഓൺ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. സോ ദിസ് ഈസ് യുവർ ലാസ്റ്റ് മിനിറ്റ് ഗൈഡ് എന്ന് പറയാം. ഇത് ആണ് പലപ്പോഴും മക്കളൊക്കെ നീറ്റ് എക്സാമിന് തലേ ദിവസം വരെ എടുത്ത് നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് ഓടിച്ച് നോക്കണമെങ്കിൽ ദിസ് ഇസ് റിയലി ഹെൽപ്പിംഗ് ദം. ഇവരുടെ ഏറ്റവും ഫേവറേറ്റ് ബുക്കാണ് ഫോർ ദ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ, വിച്ച് ഇസ് യുവർ മൈൻഡ് മാപ്പ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് മെറ്റീരിയൽസിന്റെ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ധീര മക്കൾക്കുള്ള മെറ്റീരിയൽ. ആൻഡ് ആഫ്റ്റർ ദിസ് ഇഫ് യു ആക്ച്വലി കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ആഫ്റ്റർ ദിസ്, പിന്നെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ഇൻഫിനിറ്റ് പ്രാക്ടീസ് ഉണ്ട്. അതിന് പുറമെ ഒരുപാട് എക്സാം സീരീസ് സൈലം തരുന്നുണ്ട്, വിച്ച് വിൽ all help you, so you don't have to purchase anything extra. അപ്പോൾ ഇതാണ് നമ്മുടെ ധീരയുടെ മെറ്റീരിയൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ ട്രൈ ടു പർച്ചേസ് ഇറ്റ് ആൻഡ് സ്റ്റഡി ഫ്രം ഇറ്റ്. അതും ഒരു ഡേ ടു ഡേ ബേസിസിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ തിയറി ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിലെ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ നോക്കുക. സോ ടുവേർഡ്സ് ദ എൻഡ് ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി ഇതിൽ ചെയ്യാതെ നിങ്ങൾ നീറ്റിന് പോകരുത്. സോ സീ യു ഇൻ യുവർ ക്ലാസ്സസ്. ബൈ ബൈ, താങ്ക് യു.